ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിനെയും നയനെയും ആദർശിനെയും തന്നെയാണ്. അങ്ങനെ നമ്മുടെ ആദർശിന്റെ അടുത്ത് രണ്ടുപേരും കൂടെ കള്ളക്കളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദേവയാനി ആണെങ്കിൽ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ നയനയുടെ ചിരിയോ ഭയങ്കരമായിട്ട് അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ. തനിക്ക് ഇതൊന്നും ഏൽക്കുന്നില്ലേ എന്നുള്ള രീതിയിലാണ് നയന ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ആദർശിന് അറിയില്ലല്ലോ ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് ആദർശിനെ പൊട്ടം കളിപ്പിക്കുകയാണെന്ന്. ഏതായാലും അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ അനാമിക നേരെ രേവതിയുടെയും വേണുവിന്റെയും അടുത്തേക്ക് ചെല്ലുന്നത്. ഒരു സമാധാനവും ഇല്ല ഇവിടെ ഇരുന്നിട്ട്. വേറൊന്നുമല്ല, അമ്മായിയമ്മയും മരുമോളും ഒരുമിച്ച് ഓടാനൊക്കെ പോയി. ഇപ്പം അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം കൂടി ഒന്ന് പറഞ്ഞു കേൾപ്പിക്കണമല്ലോ അച്ഛനെ അമ്മേനെ. അപ്പൊ അതും കൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നിട്ട് വേണുവിനോട് രേവതിയോടും പറയുകയാണ്, ഇന്നൊരു സംഭവം ഉണ്ടായി. ഇന്ന് രാവിലെ വല്യമ്മ ഓടാൻ പോയി. അതിന്റെ പുറകെ അവളും കൂടെ ഓടാൻ പോയേക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ? അവളുണ്ടല്ലോ അങ്ങോട്ടേക്ക് ഓടാൻ പോയത് വല്യമ്മേനെ സോപ്പിടാനാ. അതോ ഇനിയിപ്പം വല്യമ്മയും അവളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയം അതില്ല. അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി പറഞ്ഞത്, അതും ശരിയായിരിക്കും. പക്ഷേ മോളെ, നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. അവളെ കാല് പിടിക്കാൻ പോയതായിരിക്കും. അവളുടെ ദേവയാനിയുടെ ഇവിടെ വെച്ച് കാല് പിടിക്കാനേ ബുദ്ധിമുട്ട് കാണുമായിരിക്കും. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അയ്യോ അമ്മേ ക്ഷമിക്കണം എന്ന് പറയാനൊരു ബുദ്ധിമുട്ട് കാണുമല്ലോ. അതുകൊണ്ട് തന്നെ ചിലപ്പം അവള് ഓടാൻ പോയപ്പം അതിന്റെ പുറകെ അവളുടെ മരുമോളും കൂടെ ഓടാൻ ചെന്നു. വേറൊന്നിനുമല്ല, വഴിയിൽ വെച്ച് കാല് പിടിച്ച് കരഞ്ഞ് എന്നോട് ക്ഷമിക്കണം, എന്നെ സ്നേഹിക്കണം എന്നൊക്കെ പറയാനായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വേണു പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെന്ന്. ഓപ്പറേഷൻ കഴിഞ്ഞപ്പം മുതൽ എനിക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട്. ആ ദേവയാനിയില്ലേ, ആ തള്ളയ്ക്ക് എന്തൊക്കെയോ ഒരു മാറ്റമുണ്ട്. അതെനിക്ക് തോന്നുന്നതല്ല, അത് സത്യം തന്നെയാ. അപ്പൊ നമ്മുടെ അനാമികൻ പറഞ്ഞു, അതെ ശരിയാമ്മേ, അതെനിക്കും അറിയാം. എല്ലാവരും മാറി മാറി പറയുന്നുണ്ട്. എന്തൊക്കെയോ സംശയമുണ്ട്. എന്തോ വല്യമ്മയ്ക്ക് ഇപ്പം അവളോടൊരു സിമ്പതിയോ എന്തോ ഒരു സ്നേഹമോ വാത്സല്യോ എന്തോ ഉണ്ട്. അത് ഉറപ്പാ. അതിപ്പോ സ്നേഹം അല്ലെങ്കിലും വാത്സല്യം അല്ലെങ്കിലും എന്തോ ഒരു സിമ്പതി സൈഡിൽ കൂടെ പോയിട്ടുണ്ട്. അതെന്തിനാണ് എന്താണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ രണ്ടുപേരും കൂടെ പണ്ടത്തെ പോലെയുള്ള ഒരു അടിയും ബഹളവും ഒന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ എന്ത് പറഞ്ഞാലും വല്യമ്മ പറയുന്നത് ആദർശേട്ടൻ അത് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് അതങ്ങ് സമ്മതിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് അവളുടെ താളത്തിനൊത്ത് തുള്ളുക. അതെങ്ങനെ ശരിയാകും? ഇതിൽ എന്തൊക്കെയോ സംതിങ് റോങ് ഉണ്ടോ അച്ഛന് തോന്നുന്നില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും വേണു പറഞ്ഞു, എനിക്ക് തോന്നുന്നുണ്ട് മോളെ, അതാണല്ലോ ഞാൻ നിന്നോട് പറഞ്ഞത്. ഏതായാലും ഞാനൊന്ന് നിരീക്ഷിക്കാം, ആകെ മൊത്തത്തിലൊന്ന് നിരീക്ഷിച്ചു നോക്കാം. ഇനിയിപ്പം നമ്മൾ അറിയാതെ എന്തെങ്കിലും കള്ളക്കളി മണക്കണുണ്ടോ എന്ന് ഞാൻ ഉടനെ കണ്ടുപിടിച്ചു തരാം. മോള് സമാധാനമായിട്ടിരിക്കുക. മോള് പിന്നെ അനിയെ വേദനിപ്പിക്കുന്ന രീതിയിലോ ദേഷ്യപ്പെടുത്തുന്ന രീതിയിലോ ഒന്നും പറയാതിരിക്കുക. അനി എങ്ങനെയെങ്കിലും സോപ്പിട്ട് ചാക്കിലാക്കാം. അവിടെ നിന്ന് വേറെ ആരും നമ്മുടെ സൈഡ് വേണ്ട, അനി മാത്രം നമ്മുടെ സൈഡ് മതി. അനി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ജയിച്ചു. പിന്നെ നമുക്കുണ്ടല്ലോ എല്ലാം പതിയെ ഇങ്ങോട്ട് ഊറ്റിക്കൊണ്ട് വരാം. കൂടെ അനിയനെ നമുക്ക് ഇങ്ങോട്ട് കൂട്ടാം. നമ്മുടെ കയ്യിലെല്ലാം ആയി കഴിയുമ്പോഴത്തേക്കും അവനെ വീണ്ടും അങ്ങോട്ട് പറഞ്ഞയക്കാം. എങ്ങനെയുണ്ട് ഈ അച്ഛൻ്റെ ഐഡിയ? അച്ഛൻ്റെ ഐഡിയ ഒക്കെ നല്ല ഐഡിയ, പക്ഷെ ഇതൊന്നും ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. അവനെ എൻ്റെ സോപ്പിലും എൻ്റെ സ്നേഹത്തിലും ഒന്നും വീഴാൻ പോകുന്നില്ല. അവൻ്റെ മനസ്സ് നിറയെ ഇപ്പോൾ ആ മറ്റവളല്ലേ, അവള് തന്നെ എപ്പോഴും. അതുകൊണ്ട് തന്നെ ഞാൻ എത്ര സോപ്പ് ഇട്ടിട്ടോ അവൻ്റെ കൈയും കാലും പിടിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. പിന്നെ കിട്ടുന്നത് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോരുക എന്നുള്ളതല്ലാതെ വേറൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, വല്യമ്മ ഒരു വാക്ക് തന്നിട്ടുണ്ട്, എൻ്റെ സ്ഥാനത്തിന് പകരം വേറൊരു പെണ്ണിനെ ആ വീട്ടിൽ കയറ്റില്ല എന്ന്. ആ വാക്കിന്റെ പുറത്താ ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ അവർ ഈ കാണിക്കുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ദേവയാനി നയനയും കൂടെ വീട്ടിൽ തിരിച്ചെത്തിയല്ലോ. അപ്പൊ നമ്മുടെ മുത്തശ്ശി രണ്ടുപേരെ നോക്കി ഇങ്ങനെ ചിരിക്കാണ് കേട്ടോ, നമ്മുടെ സുന്ദര മുത്തശ്ശി. അപ്പോഴത്തേക്കും ദേവയാനി ചോദിച്ചു, അല്ല അമ്മ എന്താ ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്ന പോലെ ഒരു ചിരിയൊക്കെ? ഹേയ്, ഞാൻ വെറുതെ ചിരിച്ചതാണേ. അല്ല, രാവിലെ ഇവിടെ നിന്ന് അമ്മായിയമ്മ പോകുന്ന കണ്ടു, തൊട്ടുപുറകെ മരുമോളും പോകുന്ന കണ്ടു. ഇനിയിപ്പൊ രണ്ടും കൂടെ ഒത്തോണ്ടാണോ എന്നറിയില്ലല്ലോ. ഒത്തോണ്ട് ഇവളുടെ കൂടെ ഞാൻ ഇവളുടെ കൂടെ ജോഗിങ്ങിന് പോകാന്. എൻ്റെ പൊന്നമ്മേ, വഴിയിൽ കിടക്കുന്ന തെരുവോട്ടിയുടെ കൂടെ പോയാലും ഇവളുടെ കൂടെ ഞാൻ ജോഗിന് പോകില്ല എന്ന് പറയും.
അപ്പോഴത്തേക്കുമാണ് മുത്തശ്ശി പറഞ്ഞത്, ദേവയാനി വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക. ഞാൻ വേറെ ഒന്നും കൊണ്ടും അല്ല ചോദിച്ചത്, എൻ്റെ ഒരു ചെറിയ സംശയം പറഞ്ഞതേ ഉള്ളൂ. അതിന് തെരുവ് പട്ടീനെയായിട്ട് ഇവിടെ ഉപമിക്കൊന്നും വേണ്ടാന്ന് പറയപ്പം, തെരുവ് പട്ടീനെയായിട്ടല്ലാതെ പിന്നെ വേറെ എന്തുമായിട്ടോ ഉപമിക്കേണ്ടത്? ദേ അമ്മേ, ഇവളുടെ വശം പിടിച്ച് എൻ്റെ അടുത്തേക്ക് വരരുതേ. ഞാൻ പോകുന്നത് കണ്ടിട്ട് ഇവളോട് ആരാ പറഞ്ഞ പുറകെ വരാന്? ഇവളോട് പറഞ്ഞു എൻ്റെ പുറകെ വരാന്? ഓ, ഇവളെ പുറകെ വന്നതെന്ന് എന്തിന്? എന്നെ നോക്കാനാണെന്ന്. നോക്കും, അവള് കുറെ നോക്കും, എനിക്കറിയാം. എൻ്റെ പുറകെ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പുറത്ത് അകത്തേക്ക് കയറിപ്പോയിട്ടോ ദേവയാനി. അപ്പോഴത്തേക്കും നമ്മുടെ വസുന്ധര പറഞ്ഞു, മോളെ സാരമില്ല കേട്ടോ, അവള് വായി തോന്നുന്ന പലതും വിളിച്ചു പറയും, അവളുടെ സ്വഭാവം അങ്ങനെയാ, അതുകൊണ്ട് മോളത് മൈൻഡ് ആക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, ഹേയ് കുഴപ്പമില്ല മുത്തശ്ശി, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനെ അങ്ങ് പോയിട്ടോ. ഏതായാലും അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിയുടെ റൂമിലേക്ക് പെട്ടെന്ന് നയനെ പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞു, മോളെ സോറി കേട്ടോ, തെരുവ് നായ എന്നൊക്കെ ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. അതൊന്നും കുഴപ്പമില്ലമ്മേ, അങ്ങനെയുള്ള കുറച്ച് കടുപ്പമുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മളെ സംശയമില്ലാതിരിക്കത്തുള്ളൂ, ഇല്ലെങ്കിലേ നമ്മളെ സംശയിക്കും എല്ലാവരും കൂടെ ചേർന്ന്. എങ്കിലും മോളെ അത് വിളിച്ചപ്പോൾ മുതലേ എനിക്ക് വല്ലാണ്ട് ഒരസ്വസ്ഥതയും വേണ്ട കേട്ടോ, സാരമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയന, ഇനി ഇവിടെ നിന്നാലേ പ്രശ്നം, ആരെങ്കിലും കാണും, ഞാൻ പോവാ എന്ന് പറഞ്ഞ് നയനെ അങ്ങ് ഓടിപ്പോയിട്ടോ. ഏതായാലും ഞാൻ പറഞ്ഞില്ലേ രാവിലെ, കാമുകന്മാർ ഒളിച്ചു നിന്ന് സംസാരിക്കുന്ന പോലത്തെ ഫീൽ ഇടയ്ക്ക് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അതോ എനിക്ക് മാത്രമാണോ തോന്നുന്നത്? അവർ ഈ കാമുകന്മാരൊക്കെ നിന്നിങ്ങനെ ഒളിച്ചു നിന്നും ആരും കാണാതെ നിന്നും ഒക്കെ ഇങ്ങനെ സംസാരിക്കുകയും ഓരോ സ്ഥലങ്ങളിൽ പോവുകയും ഒക്കെ ചെയ്യല്ലേ, അതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഇച്ചിരി അങ്ങോട്ട് ഓവറായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ കാണാനൊരു രസമുണ്ട് കേട്ടോ. ദേവയാനിയുടെ അഭിനയവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കഥ എന്ന് പറയുന്നതിൻ്റെ തന്നെ ഒരു സംഭവമാണല്ലോ ഇച്ചിരി ഓവർ ആക്ടിങ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കഥയിൽ ചോദ്യമില്ല, എല്ലാം ഞാൻ മായ്ച്ചു കളഞ്ഞു കേട്ടോ. പോട്ടെ, എല്ലാം പോട്ടെ. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന്, ഇവരൊരു അമ്പലത്തിലേക്ക് പോവാണ്. അത് 2-3 ദിവസമായിട്ട് നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ ഇതുവരെ അമ്പലത്തിലേക്ക് എത്തിയിട്ടില്ല. ഏതായാലും നാളെ അമ്പലത്തിലെത്താൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു കാട്ടിലുള്ള ഒരു മുത്തിയമ്മ ക്ഷേത്രത്തിലാണ് ഇവർ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് നേർച്ചയും വഴിപാടുകളും ഒക്കെ ഉണ്ട് നമ്മുടെ ദേവയാനിക്ക്. ആരുടെ പേരിൽ? നയനയുടെ പേരിൽ. അപ്പം തനിക്ക് കരൾ കൊടുത്ത പെൺകുട്ടിയുടെ പേരിൽ കുറേ നേർച്ചയും വഴിപാടും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടെ നടത്തണമല്ലോ. അപ്പം അതിനുവേണ്ടി നമ്മുടെ നയനയും കൂട്ടി തന്നെയാണ് പോകുന്നത്. അപ്പം ഇതേ സമയം നമ്മുടെ ആദർശിനോട് ഒരു 100 നുണകൾ പറഞ്ഞിട്ടാണ് ഓഫീസിൽ നിന്ന് നയന ഇറങ്ങുന്നത്. അപ്പം നയന ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു, ദേവയാനി അവിടെ നിന്ന് അമ്പലത്തിലേക്ക് പോകുകയെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നുമുണ്ട്. ഏത് അമ്പലമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഏതമ്പലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പുറകെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ ഗോവിന്ദ. അങ്ങനെ ആദർശിനോട് ഒരു 100 നുണ പറഞ്ഞിട്ട് നമ്മുടെ നയന പോവുകയാണ്. 7 മാസത്തിലെ ചടങ്ങിന് കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ട്, ആദർശേട്ടൻ ഒന്ന് പോയി പർച്ചേസ് ചെയ്തിട്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്, പുള്ളിക്കാരി പോകുന്നത്. അപ്പം ആദർശം ഒക്കെ പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം പറഞ്ഞു വിടുകയാണ്. അപ്പം ആദർശം ഇതൊന്നും അറിയില്ലല്ലോ, പൊട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യാനാണ്? ഏതായാലും ആദർശം ഉടനെ കണ്ടുപിടിക്കുമായിരിക്കാം. അങ്ങനെ ഇവര് ആ ഒരു മുത്തിയമ്മ ക്ഷേത്രത്തിൽ പോവാണ്. അങ്ങനെ മുത്തിയമ്മ ക്ഷേത്രത്തിൽ പോകുന്നു. അങ്ങനെ അവിടെ ചെന്ന് തിരുമേനിനെ കണ്ടിട്ട് തിരുമേനിയോട് കാര്യങ്ങളൊക്കെ പറയാണ്. എൻ്റെ മരുമകളാണിത്, ഞങ്ങൾ തമ്മിൽ ഒരുപാട് ആഗ്രഹമായിരുന്നു, ഇപ്പം അടുത്തതേ ഉള്ളൂ. അതുമാത്രമല്ല എൻ്റെ ജീവിതം രക്ഷിച്ച എൻ്റെ മരുമകളാണ്, എൻ്റെ ദൈവത്തിൻ്റെ സ്ഥാനത്താണ്. അപ്പം പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും നയനമോൾക്ക് വേണ്ടിയും ഇവളുടെ സുമംഗലി യോഗമല്ലല്ലോ, ദീർഘ സുമംഗലി ആയിട്ടിരിക്കാനും ഒക്കെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വഴിപാടുകളൊക്കെ നടത്തുന്നു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ കനകദുർഗ ആ സൈഡിൽ കൂടെ വരികയാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത് നന്ദുവിന് കുറേ പച്ചമരുന്നും കാര്യങ്ങളൊക്കെ മേടിക്കണമല്ലോ, ചിക്കൻ ബോക്സ് ആണല്ലോ. അപ്പോൾ ആ കാട്ടിൻ്റെ സൈഡിൽ കൂടെ എന്തൊക്കെയോ വരുവാണ്. അവിടെ കണ്ടൊരു ആയുർവേദ കടയുണ്ട്. അപ്പം അങ്ങോട്ടേക്കാണ് പുള്ളിക്കാരി വരുന്നത്. ഏതായാലും വന്നു കഴിയുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ദാ നിൽക്കുന്നു 2 പേര്. വേറെ ആരൊക്കെയാ? ദേവയാനി നയനയും കൂടെ. ഒന്നുകൂടെ കണ്ണിങ്ങനെ വെട്ടിച്ചു നോക്കി, എന്നിട്ട് വിശ്വാസം വരുന്നില്ല. ഒന്നുകൂടെ കണ്ണ് വെട്ടിച്ചു നോക്കി, എന്നിട്ടും വിശ്വാസം വരുന്നില്ല. 3ാമത്തെ വെട്ടിക്കല്, ശരിയാ, ഇത് അവര് തന്നെയാ. എൻ്റെ ഈശ്വര, ഇത് സ്വപ്നമല്ലല്ലോ, ഇത് യാഥാർത്ഥ്യമാണല്ലോ. ഇതെന്താ എൻ്റെ മോളും എൻ്റെ മോളുടെ അമ്മായിയമ്മയും കൂടി ചേർന്ന് ഒരുമിച്ച്? വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞുള്ളിയും കൂടെ നോക്കി. ഓക്കെ, കറക്റ്റായി. നമ്മുടെ കനകയ്ക്ക് തെളിഞ്ഞു കൂട്ടോ. ശരിയാ, ഇത് സത്യമാ, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇവർ 2 പേരും അപ്പോൾ ഒന്നിച്ചോ? അപ്പം എന്തോ സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പതുക്കെ അങ്ങോട്ട് മാറി അങ്ങ് നിന്നു, ഓട്ടോ അങ്ങ് നിർത്തിയിട്ടു. എന്നിട്ട് ഇവര് പതുക്കെ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വഴി വന്ന് മുല്ലപ്പൂവൊക്കെ മേടിച്ച് വെക്കുന്നതൊക്കെ കണ്ടു നമ്മുടെ കനക. ഏതായാലും കനക നല്ല കണ്ണ് നിറയെ കണ്ടിട്ടുണ്ട്. ഏതായാലും കനകയുടെ കളി തുടങ്ങാൻ പോവാണ്. അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. അപ്പം എല്ലാവരും കാത്തിരിക്കാം. അസുഖമൊക്കെ കുറച്ച് കുറഞ്ഞു കേട്ടോ, കുറച്ചൊക്കെ നീരൊക്കെ വലിഞ്ഞു വരുന്നുണ്ട്. ഇപ്പം പ്രശ്നമൊന്നും ഇല്ല കേട്ടോ, അസുഖമൊക്കെ കുറച്ച് കുറഞ്ഞു. എന്നാൽ ചെവിക്കകത്ത് നല്ല വേദനയുണ്ട്.
അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ സ്കാർഫ് വെച്ചാണ് നടക്കുന്നത്. നമുക്ക് കാറ്റടിച്ച് കഴിഞ്ഞാലേ, നമ്മൾ ഇടുക്കിക്കാരായതുകൊണ്ട് തന്നെ കാറ്റും മഴയും ഒക്കെ നമുക്ക് സ്വാഭാവികമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തണുപ്പും കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സ്കാർഫ് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. അത് മാത്രമല്ല, ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഈ സ്കാർഫ് വെച്ചിരിക്കുന്നത്. കുറച്ച് പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് പല്ലുവേദന, സകല വേദന, എല്ലാ വേദനയുണ്ട്. എല്ലാ വേദനകൾക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും വേദനയൊന്നും അങ്ങോട്ട് പോകുന്നുമില്ല. ഇപ്പം ഞാനൊന്ന് ഗുളിക ഒന്ന് മെഡിസിൻ കഴിക്കാനൊന്ന് ചെറുതായിട്ട് താമസിച്ചപ്പോഴത്തേക്കും വീണ്ടും തുടങ്ങി വലിയൊരു വേദന. അപ്പം തന്നെ ഞാൻ മെഡിസിൻ കഴിച്ചു. അപ്പോഴത്തേക്കാണ് അപ്പോൾ കുറച്ചൊരു ആശ്വാസമായത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന നാളെ രാവിലെ കാണാൻ. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.